ആ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു. അതന്നെ. ആ ശരി. ആകോ വന്നേ. ഡ്രസ് മാറിയിട്ട് പോയാ മതി. അപ്പോഴേക്കൊരു ഓട്ടം. അയ്യോ, ഇത് ആരാടി തുറന്നിട്ടത്? മൊട്ടയില്ലല്ലോ, കോഴിനെ കാണാനില്ല. ഓ, അതാ പറമ്പിലെങ്ങാനും കാണും. ആദ്യത്തെ മൊട്ടയായിരുന്നു. ആ താക്കോലും കന്നേ. അയ്യോ ഡേ, നീ ആ മീനിന്റെ വീട്ടിൽ പോയി നോക്കിയേ, കോഴി മുട്ടിട്ടുണ്ടെന്ന്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്ന് പോയെന്റെ അമ്മച്ചി അവിടുന്ന്. ഇനി പെരപ്പുറത്തങ്ങനെ ഇട്ട് കാണുമോ? കൊണ്ടാലും സൺസൈഡിന്റെ പുറത്തോട്ട് കയറി. എടി കൊച്ചേ, വീഴും. അതിന് നടക്കാൻ ഇറങ്ങൂടെ? ഉച്ചക്കത്തെ ചിക്കൻ കറി പൊളിച്ചിട്ടാ സൂപ്പറായുണ്ട്. അല്ല, താൻ കഴിക്കൂലായിരുന്നല്ലോ അല്ലേ? കഴിക്കും, ഇല്ലെന്നല്ല. എന്താ ചിരി. കുട്ടൻ ബ്രോ, ഇന്നൊരു വർക്ക് ഉണ്ട് കേട്ടാ. എന്ത് വർക്ക്? എവിടാ? അറ്റ് ചിഞ്ചിലൂസ് ഹൗസ്. ഇന്നു ആ, അരി വറുത്ത്. ദേ, നല്ല നേരമാണ്, രണ്ടും കൂടെ പെട്ടെന്ന് ചെല്ലിട്ടാ. ആ പോവും. ഇപ്പൊ കൂട്ടാ, ഞങ്ങൾ വിട്ടോടെ? ആ വിട്ടോ വിട്ടോ വിട്ടോ. എടാ, ഈ വാള് വെച്ചതിനെ വിളിച്ചോണ്ട് പോടാ. വാടാ, എനിക്കൊരു വാള് വെക്കാൻ പാടില്ലേ? ഇയാള് ഭയങ്കര അലമ്പായിക്കൊണ്ടിരിക്കാണല്ലോ. ഇവനൊന്നും വെള്ളപ്പൊക്കത്തിനും വേണ്ടല്ലോ. വാള് വെക്കാൻ പറ്റൂ. വാ, അടുത്ത വെള്ളപ്പൊക്കത്തിന് മുമ്പ് പോവാ. ചെവിയേ, ഒന്ന് പൊളിക്കണോട്ടാ. ആ, സംശയം പോലെ ഉണ്ടോ? വിളിച്ചോട്ടാ. എനിക്ക് നല്ല സംശയമുണ്ട്. എന്റെ മേരി, നിനക്കൊന്ന് ചൊല്ലാവോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ കർത്താവ് വിശുദ്ധ കുരിശ് വെച്ചുകൊണ്ട് കാവൽ തമലയിലേക്ക് പോയി എന്നതിന്മേൽ നമ്മുടെ കോഴിമുട്ടയിടുന്നത് വീടിന്റെ വീട്ടിലാണ്. നമുക്ക് ധ്യാനിക്കാം മാതാവേ. അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ ക്ഷമയോടത് വഹിക്കുവാൻ നിങ്ങൾ പോയി ചോദിക്കോ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മ മിണ്ടായിരുന്നേ, തൊഴിൽക്കാരോട് നടക്കാൻ വേണ്ടിട്ട്. നമ്മുടെ കർത്താവ് ശോഭിച്ചുകാരുണ്ട് കള്ളന്മാരുടെ മധ്യകുരിശുമേ തറക്കപ്പെട്ടെന്ന് നീ ഒന്ന് പൊടി, ഞാൻ കണ്ടതാണ് അവളുടെ സൺസൈഡിലേ നമ്മുടെ കോഴി പോയി നിൽക്കണത്. നിങ്ങൾ ഇപ്പൊ ചെന്ന് ചോദിക്കണം. ആ ചോദിക്കി. എടാ, അവൾക്ക് ആരടേ ചിഞ്ചിലോന്ന് വരട്ട്? അവളുടെ അമ്മൂമ്മ വിളിക്കണ പേരാണ്. അപ്പൊ അവളുടെ ശരിക്കുള്ള പേരെന്താ? ബ്രൂലിൻ ഏലിയാമ്മ. എന്നിട്ട് ബ്രൂലിന്ന് അവളുടെ അപ്പനിട്ട പേരല്ലേ? അവളുടെ അപ്പൻ എന്താ ജോലി? റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവളുടെ അപ്പൻ. അപ്പൊ മുടിഞ്ഞ കാശായിരിക്കും. നീ കണ്ടിട്ടുണ്ടായ? അവള് പറഞ്ഞറിയാ. അവൾക്ക് മുറച്ചെറുക്കണൊന്നുമില്ലടാ. ഒരുത്തിനുണ്ട് പന്തം കണ്ട കളർ കോഴി. പിന്നെ അതേ കുട്ടൻ ബ്രോ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണോട്ടാ. അരമണിക്കൂറാ? നീ 10 മിനിറ്റ് എന്നല്ലേ പറഞ്ഞത്? എന്തുട്ടാ നീ അവിടെ മുട്ടയിടാൻ വേണ്ടി പോണ? എന്റെ മേരി, ഒരു കോഴിമുട്ടയല്ലേ? നിങ്ങൾക്കത് പറയാം, ആദ്യത്തെ മുട്ടയാണ്. നിങ്ങൾ പോയി ചോദിക്ക്. വാ. ഇപ്പഴാ? നീ പോയി ചോറെടുത്തേ. ആ, ഇപ്പൊ തന്നെ. കോഴി കൊക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പെരതാമസത്തിന് പോയത്. വന്നപ്പോ കോഴി വിട്ടില്ല. എന്നാ ഇട്ട് കാണത്തില്ല, നീ ഒന്ന് പോയേ. കാലത്തങ്ങനെ പോയി ചോദിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ എത്തി. ഈ ചെറുക്കം വല്ല ചെകുത്താനാണ്. അതെല്ലോ, നമ്മടല്ലേ മോൻ. നല്ല വർക്കത്ത്. ആ മുട്ടയുടെ കാര്യം നിങ്ങളൊന്ന് പോയി ചോദിക്കോ. ആ, മുട്ടയുടെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയം. നീ എന്നെ കൂടി കൊലക്ക് കൊടുക്കോ? യെസ്, നിന്നെ മാത്രം കൊലക്കി കൊടുത്തേ ഞാൻ എസ്കേപ്പ് ആവും. നീ ആ സൈഡിലേക്ക് മാറിയെന്നേ, ആരും കാണാട്ടാ. അതെ, എന്നെ പിടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കോട്ടാ നീ ആ വീട്ടിലുണ്ടെന്ന്. ദുഷ്ടാ, താൻ ആള് കൊള്ളാട്ടാ. കൊള്ളാം. വേഗം എന്നോട്ടാ. ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ പാടില്ലേ? ഓൾ ദ ബെസ്റ്റ്. നല്ല കാര്യത്തിനാണല്ലോ പോണത്. പാല് മുറിയാണ്ട് നോക്കിക്കോട്ടാ നീ. ഒച്ചുണ്ടാക്കില്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞ നീ എന്താ വൈകിയേ? അതെ, കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് നീയാ വരുന്നത്? എന്താ നോക്കുന്നേ? നിന്റെ കണ്ണില് നിറയെ നക്ഷത്രങ്ങളാണോടി. നീ നക്ഷത്രം വന്നാ തല്ലല്ലേടി പിശാചേ. ഇതിങ്ങോട്ട് കയറി പോകുന്നേ. ഈ നേരത്താണ് പായെടുക്കണ. അവിടെ
നീ ഇതുവരെ ഉറങ്ങിയില്ലേടി? പകല് മുഴുവൻ ടി വി കണ്ടോണ്ടിരുന്നോളൂ. ഈ നേരത്താണോ ഇരുന്ന് പഠിക്കുന്നത്? പോയി കിടന്നുറങ്ങ്. ശരി, ഞാനൊന്നും പഠിക്കുന്നില്ല. പിന്നെ എക്സാമിന് എങ്ങനെ തോറ്റുപോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കൊല്ലും ഞാൻ തോറ്റാല്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക്. നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ? അതിനിപ്പോ എക്സാം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ലേ? പഠിക്കുന്ന ഒരു മോള്. അയ്യോ, ഈ പായ എവിടെ ഇരിക്കായിരുന്നോ? വെറുതെ അല്ല ഞാൻ ഉച്ചക്ക് നാളെ രാവിലെ പാവയ്ക്ക് ഉണക്കുന്നേരം എടുത്തോ. നീ പോടി. അയ്യോ, ഇവനേതാടി? എടാ, എടി. അയ്യോ, എടി. നിക്കടാ അവിടെ. നിക്കടാ. വിളക്കൂതിൽ ഞാനിപ്പോ ശരിയാക്കി തരാടാ. എന്താ പറ്റിയ? വന്ന് കണ്ട ആമ്പിള്ളേരെ വീട്ടിൽ കയറ്റാൻ തുടങ്ങിയോടി നീ. നിന്നെ കൊല്ലടി. നിന്റെ മോളിന്റെ കിടപ്പ് ഞാൻ ഇന്നത്തോടുകൂടി തീർത്തു തരാടി. അമ്മയൊന്നും പറയണ്ട, ഞാൻ അവനെ കേട്ടതോളൂ. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി ഞാൻ നിനക്ക് കെട്ട് നടത്തി തരാടി. വൃത്തിയായിട്ടവളെ കാണിച്ചു തരാം ഞാൻ. എന്തു വെച്ചടാ? നീ കാര്യം പറ. അവളുടെ തള്ളവന്ന് ചെകളോതി അവരുടെ കൈക്ക് എന്ത് തഴമ്പാടോ. വെടിപ്പായിട്ടുണ്ട്. നീ നേരെ വീട്ടിൽ കയറിപ്പിക്കും. ഇനി ഈ വക കാര്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കതട്ടാ. അല്ലാണ്ട് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇതിന്റെയും കൂടി കുറവുള്ളു. അതെ, ഭയങ്കര ചെവിയാനാ. വീട്ടിലിപ്പോ എന്താ പറയും? നോക്കട്ടെ, കാണിച്ചേ. അതെ, 4 വിരലിന്റെ പറയുണ്ട്. ഒരാളുടെ ആധാർ ലിങ്ക് ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് പൊടക്കോപ്പ അവിടുന്ന്. എന്നാ ചകളപ്പം കിട്ടിയെന്ന് പറയടാ. എന്തൂട്ടാ? ചിഞ്ചുലിന്റെ തള്ളേ കെവിനെ ചെകളം കുത്തിയിട്ടാ. നല്ല അസലായിട്ട് 4 വിരലും പതിഞ്ഞിട്ടുണ്ട്. അവൻ കരഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നീരൊക്കെ ഒന്ന് ഉറപ്പാ. പിന്നെ അതേടാ, അത് കലക്കിയിട്ടുണ്ടല്ലോ. ഇനി നാളെ ഇതും പറഞ്ഞുകൊണ്ട് ആന്റി ഇങ്ങോട്ട് വരുമല്ലോ. നീ ഇപ്പൊ തന്നെ അവനൊന്ന് ചൂടോടൊന്ന് വിളിച്ചേരി. എന്നാ ശരി, ഞാനവനൊന്ന് വിളിച്ചോട്ടെ. ബെസ്റ്റ്. എടാ, നീ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കണണ്ടാ? കിടക്കാണ്. ഹലോ. ഹലോ, കെവിനല്ലേ? അതെ, ഞാൻ ബ്രൂലിന്റെ അപ്പുറം. നിന്നെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാട്ടാ. കുരുമുളക് പൊടി തീർന്നുട്ടാ. അല്ല, നിനക്ക് എന്താ ഇത്ര പരവേശം? വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അമ്മ, ചിഞ്ചുലിൻ്റെ ആൾക്കാർ വരും. എടാ, അവരെത്ര പേരുണ്ടാവും? നീ ഒരു കാര്യം ചെയ്, പോയി 2 പാക്കറ്റ് പാലും എന്തേലും വറവരി വാങ്ങിട്ടോ. അവർക്ക് ചായ കൊടുക്കണ്ടേ? എന്റെ പൊന്നുകളെ, അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല, അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ്. ഓ, മനുഷ്യന് നാണം കെടുത്താനായിട്ട് നല്ല പട്ടിയെ വളർത്തിയാ മതിയായിരുന്നു. അയ്യോ, ഇത് കരിഞ്ഞ്. ചെലവുണ്ടിട്ടാ. ബാബുചേട്ടാ 4 ചായ എടുത്ത്. 3 മതി. ഒരെണ്ണം നല്ല മധുരം കൂടി എടുത്തു. അടിപൊളി. 4 പേരിലും പക്ക. നീ അങ്ങനെ നമ്പർ കിടോ? എന്തായാലും നല്ല കീറാൻ കിട്ടിയേക്കണ. നീ ചായ കുടിച്ചൊക്കെ മതി. ഒരു തന്നടാ. അയ്യോ, ഇതിനും ശരിയാക്കാം.
എന്താ ഇളി